നന്ദേട്ടൻ പ്രതിയാണെന്ന് അറിഞ്ഞപ്പോ മുതല് ചേച്ചി ആകെ വിഷമിച്ച് നിൽക്കാം. നന്ദൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താലും ഒളിപ്പിച്ചു വെച്ചത് പുറത്തിറങ്ങാൻ ദേവികയായിരിക്കും അത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ദേവിയുമായിട്ട് അവൻ അടുത്ത തീർക്കും ഞാൻ രണ്ടിനെ. ഹലോ ഗൈസ്, അങ്ങനെ സുഗമോ ദേവി പുതിയ പ്രൊമോ. എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. കാരണം ദേവിക സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് എല്ലാം നിയമത്തിന്റെ വഴിയെ പോട്ടെ എന്ന്. ലാസ്റ്റ് നമ്മുടെ ശാരിക സിദ്ധാർത്ഥനെ കണ്ടിട്ട് ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, അതായത് ചേച്ചി നന്ദൻ കൊലപാതകയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് മനസ്സ് തളർന്നിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് ചേച്ചി ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പൊ അപ്പുറത്ത് ഗിരീഷ് മാഷ് പറയുന്നുണ്ട്, എന്തൊക്കെയായാലും നന്ദൻ ഇപ്പോൾ ഒരു കൊലപ്പുള്ളിയാണ്, നന്ദൻ ഒരു ജയിൽ പുള്ളിയാകാൻ പോവുകയാണ് എന്നൊക്കെ നമ്മുടെ ഗിരീഷ് മാഷും പറയുന്നുണ്ട്. അതായത് നന്ദൻ ഈ രക്ഷയില്ല എന്ന അർത്ഥത്തിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പുറത്ത് പ്രഭാവതി ആണെങ്കിൽ നമ്മുടെ ദേവികയുടെ അടുത്ത് വന്ന് തൊഴുതു പറയുന്നുണ്ട്, എന്റെ മോനെ വെറുതെ വിടണം എന്ന് പറയുന്നുണ്ട്. അതായത് ദേവിക നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രഭാവതി അവിടെ വന്നിട്ട് നമ്മുടെ ദേവികയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇസബല്ലയും കെവിനും കൂടെ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇസബല്ല പറയുന്നുണ്ട്, ദേവികയും നന്ദനും കൂടി ഇനി അടുത്താല് ഞാൻ എന്നേക്കുമായിട്ട് ആ ബന്ധം ഇല്ലാതാക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് കടുത്ത വാശിയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇസബല്ലയുടെ തീരുമാനം, പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതും വളരെ നിർണായകം തന്നെയാട്ടോ. കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.